ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ പാലക്കാരുടെ സ്വന്തം കപ്പ ബിരിയാണിയാണ്. ഇതിനുവേണ്ടി രാവിലെ തന്നെ ചന്തയിൽ പോയി പോത്തിന്റെ മുഴനഞ്ച് 1.5 കിലോ അങ്ങ് മേടിച്ചു. മുഴനഞ്ചാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ബെസ്റ്റ്. കാരണം ഇതിലെല്ലും ഇറച്ചിയും കുറച്ച് നെയ്യും കാണും. ഉണ്ടായി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇതിനു വേണ്ടിയുള്ള പൊടികൾ ഒരു ബൗളിലേക്ക് എടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 1/4 സ്പൂണ്, മല്ലിപ്പൊടി 5 സ്പൂണ്, ഗരം മസാല 1/4 സ്പൂണ് എന്നിവയിട്ട് ആ പൊടികൾ നന്നായി മിക്സ് ചെയ്യുക. ആദ്യം തന്നെ ഇറച്ചി 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അരിഞ്ഞത് 25 ഗ്രാം, ഇഞ്ചി അരിഞ്ഞത് 25 ഗ്രാം, പിന്നെ കറിവേപ്പില ഒരു 3-4 തണ്ട്, പിന്നെ ചുവന്നുള്ളി അരിഞ്ഞത് 25 ഗ്രാം, പിന്നെ നമ്മുടെ പൊടികളുടെ മിക്സും. ആദ്യം തന്നെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ഒരു ഇളം ബ്രൗൺ നിറം ആകുന്ന വരെ മൂപ്പിച്ചെടുക്കുക. ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുഴനഞ്ച് ഇടുക. ഇതിലേക്ക് മൂപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ബൗളിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളും ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ച് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ആ ഫ്രൈയിങ് പാനിലേക്ക് തന്നെ 2 സ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതും ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ഒരു 200 ml വെള്ളം കൂടി ചേർക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം കുക്കർ അടച്ച് ഒരു 10 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുക്കറിന്റെ വിസിൽ അടിക്കുന്ന സമയം കൊണ്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു തേങ്ങ മുഴുവൻ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ബ്രൗൺ നിറം ആകുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു 1.5 കിലോ കപ്പയും കൂടെ കൊത്തി അരിഞ്ഞ് നന്നായി കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ വേവിക്കാൻ വെക്കുക. നന്നായി വെന്ത് പോവാതെ ഒരു 1/4 വേവാകുമ്പോൾ കപ്പ ഊറ്റി മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന നമ്മുടെ മുഴനഞ്ച് റെഡിയായിട്ടുണ്ടാവും. ഈ കുക്കറിലേക്ക് കപ്പയും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. കപ്പയും മുഴനഞ്ചും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കണ്ടാൽ പാടാണെന്ന് തോന്നിയാലും നല്ല എളുപ്പത്തിലും അധികം സമയമെടുക്കാതെയും നല്ല അടിപൊളിയായ കപ്പ ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.